നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ ക്ലാസ് ആരംഭിക്കുകയായി. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീ മഹാഭാരതത്തിൻ്റെ വനപർവത്തിൻ്റെ അവസാന ഭാഗത്ത് കുണ്ടലാഹരണം എന്നുള്ള ഉപപർവത്തിൽ നമ്മുടെ പഠനം നടത്തുകയായിരുന്നു. ആദിത്യൻ ഉറങ്ങുന്ന കർണൻ്റെ സമീപത്ത് പുലർകാലമാകുമ്പോൾ കർണന് സ്വപ്നദർശനം നൽകിക്കൊണ്ട് കർണനോട് ഇന്ദ്രൻ കവചകുണ്ടലങ്ങൾ ദാനമായി ചോദിച്ചുകൊണ്ട് എത്തിച്ചേരും. ഇന്ദ്രന് കവചകുണ്ടലങ്ങൾ ദാനം ചെയ്യരുത് എന്ന് ഉപദേശിക്കുന്നത് നാം കഴിഞ്ഞ ദിവസം കേട്ടു. സൂര്യഭഗവാന്റെ ആ ഉപദേശം കർണന് സ്വീകാര്യമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കർണന്റെ യശസ്സിനെ അത് ഹനിക്കും എന്നായിരുന്നു കർണന്റെ വിശ്വാസം. ഈ ലോകത്തിൽ അറിയപ്പെടുന്ന ദാനധർമ്മിഷ്ഠനാണ് താൻ എന്ന് കർണൻ അഭിമാനിച്ചിരുന്നു. അതാണ് ദംഭം. താൻ ഏറ്റവും വലിയ ധാർമ്മികനാണ് എന്നുള്ള അഹന്ത, അത് ദംഭമാണ്. താൻ ഇന്ദ്രൻ ആവശ്യപ്പെട്ടു വരുന്ന കവചകുണ്ടലങ്ങൾ നൽകിയില്ലെങ്കിൽ തൻ്റെ സൽപ്പേര് നഷ്ടപ്പെടും. തനിക്ക് ഏറ്റവും വലുത് ആ പേര് തന്നെയാണ് എന്ന് ഉറപ്പായി സൂര്യനോട് മറുപടി പറയുന്നതും കർണന്റെ ആ ദൃഢനിശ്ചയം കേട്ടുകഴിഞ്ഞപ്പോൾ മറ്റ് പോംവഴിയില്ലാതെ ഇന്ദ്രനിൽ നിന്ന് ഇന്ദ്രന്റെ വേല് പകരമായിട്ട് ആവശ്യപ്പെടണം എന്ന് സൂര്യൻ ഉപദേശിച്ച് മറയുന്നതും നാം കണ്ടു. കർണൻ ഉണർന്നു. അടുത്ത ദിവസം സൂര്യനെ അദ്ദേഹം ഉപാസന ചെയ്യുന്ന അവസരത്തിൽ ഉപാസന തീരുന്ന സന്ദർഭത്തിൽ സൂര്യനോട് ചോദിച്ചു താൻ കണ്ട സ്വപ്നവും സ്വപ്നത്തിലെ സംഭവങ്ങളും സംഭാഷണങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് എല്ലാം ആ ക്രമത്തിൽ ആദിത്യനെ കർണൻ കേൾപ്പിച്ചപ്പോൾ അത് ശരി തന്നെയാണ്, സത്യം തന്നെയാണ് എന്ന് ആദിത്യൻ മറുപടി പറഞ്ഞു. അങ്ങനെ സ്വപ്നം യാഥാർത്ഥ്യമാണ് എന്ന് കർണന് മനസ്സിൽ ഉറപ്പായി. അപ്പോൾ താമസിയാതെ ഇന്ദ്രൻ തന്റെ സമീപത്തേക്ക് വരും. ആ ഇന്ദ്രനെ ഏതെങ്കിലും പ്രകാരത്തിൽ ഒഴിവാക്കാൻ ശ്രമിക്കണം. സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പകരമായി വേല് ആവശ്യപ്പെടുക തന്നെ എന്ന് കർണൻ തീരുമാനിച്ചു. പിന്നെ ഒരു ദിവസം, അധിക നാൾ കഴിയുന്നതിന് മുമ്പ് ഒരു നാള് സൂര്യോപാസന കർണൻ പൂർണ്ണമാക്കിയ അവസരത്തിൽ കർണന്റെ സമീപത്ത് ബ്രാഹ്മണ വേഷത്തില് ഇന്ദ്രൻ എത്തിച്ചേർന്നു. ആ ഇന്ദ്രനെ കണ്ട മാത്രയിൽ കർണൻ സ്വാഗതം പറഞ്ഞു. വന്നു ചേർന്നിരിക്കുന്നത് കാഴ്ച കൊണ്ട് ബ്രാഹ്മണനാണ് എന്നുണ്ടെങ്കിലും ദേവന്മാരുടെ അധിപതിയായിരിക്കുന്ന
വൃത്രഹന്താവാണ് എന്ന് കർണൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എങ്കിലും താൻ യാഥാർത്ഥ്യം അറിഞ്ഞു എന്ന് ആദ്യമേ പ്രകടമാക്കിയില്ല. എന്നിട്ട് അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, അങ്ങ് എന്താഗ്രഹിച്ചിട്ടാണ് എൻ്റെ മുന്നിൽ വന്നു ചേർന്നിരിക്കുന്നത്? സമ്പത്താകിലും രാജ്യങ്ങളാകിലും എന്തു വേണമെങ്കിലും അങ്ങയ്ക്ക് തരാൻ ഞാൻ ഒരുക്കമാണ്. ആവശ്യമുള്ളത് ചോദിച്ചുകൊള്ളൂ എന്ന് കർണൻ ഇന്ദ്രനോട് പറയുന്നു. അത് കേട്ട മാത്രയില് ഇന്ദ്രൻ കർണനോട് പറഞ്ഞു, യഥേതത് സഹജം വർമ്മ കുണ്ടലേ ച തവാനഘ ഏതദുത്കൃത്യ മേ ദേഹി യദി സത്യവ്രതോ ഭവാൻ. അല്ലയോ കർണ, ഞാൻ ആവശ്യപ്പെടുന്നത് സമ്പത്തല്ല, സാമ്രാജ്യമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള ഒരു പദാർത്ഥവുമല്ല. ഞാൻ ആവശ്യപ്പെടുന്നത് നിനക്ക് സഹജമായിരിക്കുന്ന കവചകുണ്ടലങ്ങളാണ്. നീ ജനിച്ച മാത്രയിൽ തന്നെ നിന്നോടൊപ്പം നിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് ജനിച്ച ദിവ്യങ്ങളായിരിക്കുന്ന കുണ്ടലങ്ങളും കർണാഭരണങ്ങളും അതേപോലെ തന്നെ കവചവും അത് എനിക്ക് ആവശ്യമുണ്ട്. അത് എനിക്ക് തന്നാലും അത് ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ശരീരത്തിൽ നിന്നിട്ട് വേർപെടുത്തി എടുക്കുക എളുപ്പമല്ല, പക്ഷെ വേർപെടുത്തി എടുക്കണം. അങ്ങനെ എനിക്ക് അത് ദാനം ചെയ്യണം. നീ സത്യവ്രതനാണ് എന്നുണ്ടെങ്കിൽ എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. ആവശ്യപ്പെടുന്നത് ഞാൻ തരാമെന്നാണല്ലോ തുടക്കത്തിലേ പറഞ്ഞത്. ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണെന്നുണ്ടെങ്കിൽ നീ എനിക്ക് ഉടനെ തന്നെ കവചകുണ്ടലങ്ങൾ തന്നാലും ഏതതിച്ഛാമ്യഹം ക്ഷിപ്രം ത്വയാ ദത്തം പരന്തപ. അല്ലയോ ശത്രുക്കളെയെല്ലാം സംഹരിക്കുന്നവനെ, ഞാൻ ഇത് ആഗ്രഹിക്കുന്നു. എത്രയും വേഗം എന്റെ കരങ്ങളിലേക്ക് കവചകുണ്ടലങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വലുതായ ലാഭമുണ്ട്. വെറുതെ ചോദിക്കുന്നതല്ല, ഒരു കൗതുകം കൊണ്ട് ആവശ്യപ്പെടുന്നതല്ല. യേശമേ സർവലാഭാനാം ലാഭ പരമഗോമത. ഈ ലോകത്തിൽ ഏതെല്ലാം പ്രകാരത്തിലുള്ളതായ നേട്ടങ്ങൾ കൈവന്നാലും അതിനെല്ലാം കവച്ചു വെക്കുന്ന വലുതായിട്ടുള്ള ലാഭമാണ് എനിക്ക് അതുകൊണ്ട് കൈവരിക. അതുകൊണ്ട് അല്ലയോ കർണ, അങ്ങ് ഈ കവചകുണ്ടലങ്ങളെ എനിക്ക് എത്രയും വേഗം ദാനം ചെയ്താലും. ഇങ്ങനെ ഇന്ദ്രൻ കർണനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ആദിത്യൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർണന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് കർണൻ ഇന്ദ്രനോട് പറഞ്ഞു, സഹജം വർമ്മമേ വിപ്ര കുണ്ടലേ ച അമൃതോദ്ഭവേ തേനാവധ്യോസ്മി ലോകേഷു തതോ നൈതജ്ജഹാമ്യഹം. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഈ കവചകുണ്ടലങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. ഇത് അമൃതത്തിൽ നിന്നുണ്ടായതാണ്. അതിനാൽ ഇതിന് അമൃതത്തിന്റെ ദിവ്യമായിരിക്കുന്ന ശക്തിവിശേഷങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇത് അത്യന്തം വിലപ്പെട്ടതാണ്, പവിത്രമാണ്. അതിനെ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത് ജന്മായത്തമാണ്. ഞാൻ ജനിക്കുന്ന മാത്രയിൽ ഈ കവചകുണ്ടലങ്ങളോടൊപ്പമാണ് ഞാൻ ജനിച്ചത്. ആ കാരണത്താൽ എനിക്ക് വലിയൊരു നേട്ടം കൈവന്നിട്ടുണ്ട്. ഈ ലോകത്തിൽ ആർക്കും തന്നെ എന്നെ സംഹരിക്കാനാവില്ല. എൻ്റെ ജീവനെ സദൈവ സംരക്ഷിക്കുന്ന ദിവ്യ പദാർത്ഥങ്ങളാണ്, ആഭരണങ്ങളാണിത്. സൂര്യന് തുല്യം പ്രകാശിക്കുന്നു. സൂര്യന് തുല്യം നിറത്തോടു കൂടിയിട്ട് ലോകത്തെ വശീകരിക്കുന്നു. അങ്ങനെ ആകാരഭംഗി നൽകുന്നു എന്നത് മാത്രമല്ല, അതിനേക്കാൾ വലുതായിട്ട് ജീവന് പരിപൂർണമായ സംരക്ഷണം അരുളുന്നു. അതുകൊണ്ട്
അല്ലയോ മഹാത്മാവേ, ഈ കവചകുണ്ടലങ്ങൾ ഒരിക്കലും ഒരു കാരണത്താലും ഞാൻ നഷ്ടപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നില്ല. ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ വലുതായിട്ടുള്ള കുഴപ്പം വന്നു ചേരുകയും ചെയ്യും. കുണ്ടലാഭ്യാം വിമുക്തോഹം വർമ്മണ സഹജേന ച. ജന്മസിദ്ധമായിരിക്കുന്ന ഈ കുണ്ടലങ്ങളും ഈ കവചവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ, അതിൽ നിന്നിട്ട് വേർപെട്ട് കഴിഞ്ഞാലോ, പിന്നെ ഈ ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും എന്നെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താനാകും, അപായപ്പെടുത്താനുമാകും. അതുകൊണ്ട് ഇതെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനാൽ ഇത് ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊഴികെ മറ്റെന്തെങ്കിലും എത്ര ദിവ്യമായിക്കൊള്ളട്ടെ, ചോദിച്ചുകൊള്ളൂ. അതെല്ലാം തരാനായിട്ട് എനിക്ക് ശേഷിയുണ്ട്, ഞാൻ നൽകും. ഈ അവസരത്തിൽ നാം ഒരു കാര്യം ചിന്തിക്കണം. മുന്നിൽ നിൽക്കുന്നത് ദേവേന്ദ്രനാണ്, ദേവലോകത്തിന് അധിപതിയാണ്. ഈ ഭൂലോകത്തിൽ പോലും ലഭ്യമല്ലാത്ത ദിവ്യ പദാർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ സ്വർലോകത്തിന്റെ അധിപതിയാണ്. അദ്ദേഹത്തിന് കരഗതമല്ലാത്തതായിട്ട് പ്രപഞ്ച വസ്തുക്കൾ ഏതുണ്ട്? ഒന്നുമില്ല. അദ്ദേഹത്തിന് ദാനമായി ചോദിക്കതായിട്ട് ഈ കവചകുണ്ടലങ്ങളല്ലാതെ മറ്റെന്ത് വസ്തുവാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്? ഒന്നുമില്ല. അപ്പോ മറ്റെന്തെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് കർണൻ പറയുന്ന ആ വാക്കുകൾ ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. വേറൊരു ബ്രാഹ്മണന്, വേറൊരു മനുഷ്യന് ആണെങ്കിൽ അങ്ങനെയുള്ള കർണന്റെ ഉപദേശം അത് വളരെയേറെ അർത്ഥവത്തായിരിക്കും. ഇതങ്ങനെയല്ലല്ലോ. പക്ഷേ ഒഴിയാൻ വേണ്ടിയിട്ട് കർണൻ അങ്ങനെ പറഞ്ഞു നോക്കി. പക്ഷേ ഇന്ദ്രൻ ഇതൊഴികെ വേറൊന്നും തന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല, വേറൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. കാരണം വേറൊന്നും ഇന്ദ്രന് അഭികാമ്യമായിട്ടില്ല. അതിൽ തന്നെ ഉറച്ചു നിന്നു കവചകുണ്ടലങ്ങൾ എന്നുള്ള ആവശ്യത്തിൽ.